തുടർച്ചയായ അഞ്ചാം ദിവസവും എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാരുടെ സമരം തുടരുന്നു. 40,000 രൂപ കുറഞ്ഞ ശമ്പളമാക്കണമെന്ന ആവശ്യത്തോട് മാനേജ്മെന്റ് മുഖം തിരിക്കുകയാണെന്ന് നഴ്സുമാർ പറയുന്നു. നാളെ മുതൽ രാപ്പകൽ സമരം ആരംഭിക്കാനാണ് UNA തീരുമാനം. കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ നടത്തുന്ന സമരം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സമരത്തിലേക്ക് മാനേജ്മെന്റ് യാതൊരു വിധത്തിലുള്ള സമരാനുകൂലികളുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നഴ്സുമാരുടെ പരാതിയായി ഉയർന്നു വരുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ രാപ്പകൽ സമരം ആരംഭിക്കാനാണ് നഴ്സുമാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഈ സമരം? ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലേ? മാനേജ്മെന്റ് ഇതുവരെയ്ക്കും ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ടില്ല. നമ്മൾ വെറും അവജ്ഞയോടെ മാത്രമാണ് അവർ കാണുന്നത്. നഴ്സുമാര് വെറും അടിമപ്പണി എടുക്കാൻ വിധിക്കപ്പെട്ടവരെന്ന നിലയ്ക്കാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ഇതുവരെയ്ക്കും. ഇന്നലെ ഒരു പ്രഹസനം എന്നുള്ള നിലയ്ക്ക് അവരുടെ അഡ്മിൻ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രീതിക്ക്. ഞങ്ങൾ ചർച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ആരാ പറഞ്ഞത്? അപ്പം മെസ്സേജ് ഇട്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാത്രമാണ് അവരുടെ നടപടികൾ. പല ആളുകൾക്ക് മതിയായ ശമ്പളം ലഭിക്കുന്നില്ല. ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള നഴ്സുമാരാണോ പലരും പണിയെടുക്കുന്ന ആളുകൾ? വർഷങ്ങൾ പഴക്കമുള്ള നഴ്സുമാരും ഉണ്ട് ഈ സമരത്തില്. പക്ഷെ നമ്മളെല്ലാവരും നിൽക്കുന്ന നഴ്സുമാരുടെ ഒരു അടിസ്ഥാന ശമ്പളത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. കാരണം നമ്മളൊക്കെ തുടക്കകാലത്തിൽ, ഞാനൊക്കെ ഇവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ 10,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി ചെയ്തവരാണ്. ഓരോ സമരങ്ങളിൽ നിന്നാണ് നമുക്ക് സാലറി കൂട്ടിത്തിട്ട്. അപ്പൊ ഈ ഒരു നമുക്ക് ഇവരൊരു ഓരോ പ്രാവശ്യം സാലറി കൂട്ടി തരുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സമരങ്ങളൊന്നും വരികയില്ല. നമുക്ക് ചെലവുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ നടന്നു പോകണം. ഇതൊക്കെ അവര് ഞങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളെയാണ് അവർ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് വരുന്നത് തന്നെ. അതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നഴ്സുമാർ പറയുന്നത് പോലെ തന്നെ ഇവരുടെ സമരം ആരും കാണാതെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതിയായിട്ടുള്ളത്. ഒപ്പം തന്നെ 40,000 രൂപ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളമായിട്ട് കരുതണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ വർഷങ്ങൾ പരിചയമുള്ള നഴ്സുമാരാണ് ഈ സമരത്തിൽ ഏറെ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരൊക്കെ പറയുന്നത് 40,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഭാഗം പോലും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ ശമ്പളമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നുള്ളൊരു ആവശ്യമാണ്, ന്യായമായ ആവശ്യമായിട്ട് തന്നെയാണ് അവരത് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഏതാനും ചില ആശുപത്രികൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആസ്റ്റർ പോലെയുള്ള ആശുപത്രികൾ ഇപ്പോഴും അവരുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് കാണാം, വലിയ കടുത്ത വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ആ ചൂടും വെയിലും എല്ലാം സഹിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ നഴ്സുമാർ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. തുടർച്ചയായി ഇത് 5ാം ദിവസമാണ്. നാളെ മുതൽ രാപ്പകൽ സമരത്തിലേക്ക് ഇവർ കടക്കേണ്ടതായി വരും. എന്നാൽ മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് നഴ്സുമാർ തീരുമാനിച്ചത്. സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനിയിപ്പോൾ